കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി പുകഞ്ഞുകൊണ്ടിരുന്ന തരൂർ തരംഗത്തിന് താൽക്കാലികമായെങ്കിലും ഒരു വിരാമമായിരിക്കുന്നു. പറയാനുള്ളതെല്ലാം നേതൃത്വത്തോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി എല്ലാം ശുഭം എന്ന തരൂറിൻ്റെ വാക്കുകളിൽ തന്നെ എല്ലാമുണ്ട്. 30 മിനിറ്റ് നീണ്ട നിർണായക കൂടിക്കാഴ്ചയോടെ കോൺഗ്രസിൽ നിന്ന് ഒരിഞ്ച് പോലും താൻ മാറില്ല എന്ന് ശശി തരൂർ അടിവരയിട്ട് പറയുകയാണ്. ദൂതന്മാരും അഭ്യൂഹങ്ങൾ പരത്തിയവരും ഇനി പിരിഞ്ഞു പോകണം. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക്, അവിടെ നിന്ന് ദുബായിലേക്ക് പറക്കുന്ന തരൂർ ഒടുവിൽ ചെമ്മീൻ ചാടിയാൽ ചട്ടിയോളം എന്ന് പറയുന്നത് പോലെ കോൺഗ്രസ് എന്ന ചട്ടിയിൽ തന്നെ സുരക്ഷിതനായി എത്തിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഒരേ താളത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന തരൂറിൻ്റെ പ്രസ്താവന കോൺഗ്രസ് ക്യാമ്പുകൾക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ്. അതേസമയം കേരള നിയമസഭ ഇന്ന് സാക്ഷ്യം വഹിച്ചത് മറ്റൊരു രാഷ്ട്രീയ പോരാട്ടത്തിനായിരുന്നു. സ്വപ്ന ബജറ്റല്ല, പ്രാക്ടിക്കൽ ബജറ്റ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി KN ബാലഗോപാൽ 2.5 മണിക്കൂറിലധികം നീണ്ട ബജറ്റ് പ്രസംഗം നടത്തിയപ്പോൾ പ്രതിപക്ഷം അതിനെ നിശിതമായി വിമർശിച്ചു. അതേസമയം കേരള നിയമസഭ ഇന്ന് സാക്ഷ്യം വഹിച്ചത് മറ്റൊരു രാഷ്ട്രീയ പോരാട്ടത്തിനായിരുന്നു. സ്വപ്ന ബജറ്റല്ല, പ്രാക്ടിക്കൽ ബജറ്റ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി ബാലഗോപാൽ 2.5 മണിക്കൂറിലധികം നീണ്ട ബജറ്റ് പ്രസംഗം നടത്തിയപ്പോൾ പ്രതിപക്ഷം അതിനെ വിമർശിച്ചു. പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവ് വെച്ചുകൊണ്ട് എന്ത് പ്രായോഗികതയെക്കുറിച്ചാണ് സർക്കാർ സംസാരിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് സതീശൻ ചോദിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ പ്രഖ്യാപിച്ച പദ്ധതികളുടെ 75% പോലും നടപ്പിലാക്കാൻ കഴിയാത്തൊരു സർക്കാർ വീണ്ടും പൊറാട്ടു നാടകങ്ങളുമായി വരികയാണെന്ന് അദ്ദേഹം പരിഹസിച്ചു. തകർന്നടിയുന്ന കപ്പലിലേക്ക് തരൂർ എന്തിനു ചേക്കേറണം എന്ന ചോദ്യവും ഇതിനിടയിൽ ഉയർന്നു വന്നു. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിൻ്റെ മുകളിൽ നില ലഭിച്ചാലും അവിടെ സപ്രമഞ്ചക്കട്ടിൽ ഒരുക്കിയിട്ടും എന്ത് കാര്യമെന്നാണ് ചോദ്യം. ഭരണപക്ഷം വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറച്ചുവെക്കാൻ സാധിക്കില്ല. ഈ സാഹചര്യത്തിലാണ് തരൂരിനെ പോലൊരു നേതാവിൻ്റെ പ്രസക്തി കോൺഗ്രസ് വീണ്ടും തിരിച്ചറിയുന്നത്. ഖജനാവ് കാലിയാണെന്ന് VD സതീശൻ വിളിച്ചു പറയുമ്പോൾ രാഷ്ട്രീയമായ കരുത്തുറ്റ നീക്കങ്ങളിലൂടെ പാർട്ടിയെ തിരിച്ചുപിടിക്കാനാണ് തരൂറിൻ്റെ ശ്രമം. എല്ലാ പരിഭവങ്ങളും പുകമറകളും നീക്കി അദ്ദേഹം കോൺഗ്രസിൻ്റെ മുൻനിരയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ എങ്ങോട്ടുമില്ലെന്ന് പ്രഖ്യാപിച്ച ശശി തരൂർ വരാനിരിക്കുന്ന പോരാട്ടങ്ങളിൽ പാർട്ടിയുടെ തുരുപ്പുചീട്ടായി തന്നെ തുടരുമെന്നുറപ്പാണ്. വലിയ സ്വപ്നങ്ങൾ കാണുന്ന സർക്കാരും അത് നടപ്പിലാക്കാൻ പണമില്ലാത്തൊരവസ്ഥയും ഒരു വശത്ത് നിൽക്കുമ്പോൾ കോൺഗ്രസ് എന്ന ചട്ടക്കൂടിനുള്ളിൽ നിന്ന് തന്നെ മാറ്റങ്ങൾക്കായി പോരാടാൻ ശശി തരൂർ സന്നദ്ധനായി കഴിഞ്ഞു.